അപ്പോൾ സിനിമ തുടങ്ങുന്ന ഒരു വലിയ തടാകത്തിലെ സീനിലൂടെയാണ്. 3 പേർ വെള്ളത്തിൽ നിന്ന് ത്രീസന്റെ മീനിങ് നമ്മളെ കാണിച്ചു തരാൻ നിൽക്കുമ്പോഴാണ് കാലൻ രൂപത്തിൽ ഒരു മുതല വന്ന് ആ ചേച്ചിയെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കണ്ടപാട് 2 ഏട്ടന്മാരും കണ്ടമൊഴി ഓടുന്നു. ആ ഓപ്പണിംഗ് സീനിന് ശേഷം നമ്മളെ പരിചയപ്പെടുന്ന നായകനെയാണ്. ഇക്കാരൻ പാവപ്പെട്ട വീട്ടിലെ റാപ്പറാണ്, വിഷയ മ്യൂസിക്കിനെ പോലെ. അടുത്ത സീനിൽ പരിചയപ്പെടുത്തുന്നത് നായികയാണ്. നായികയുടെ പേര് അവനി. പുള്ളിക്കാരി റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെന്ന് തന്നെ. ഒരു ദിവസം നായകൻ പാട്ട് പാടി റാപ്പ് ചെയ്ത് അവനിയുടെ വീടിന്റെ മൂട്ടിലെത്തും. അങ്ങനെ ഇവൻ അവനിയെ കാണും. ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ക്രഷ് അടിക്കും. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോന്തം വെച്ച് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. എന്താന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പോകാൻ നേരത്തെ ഇവൻ നേരെ എന്നിട്ട് ഇവനാണെങ്കിൽ ആ ഗേറ്റിൽ ചെന്നിട്ട് ഇവന്റെ സിമ്പിൾ വരച്ച് വെക്കും. നായികയാണെങ്കിൽ ആ സാധനം സ്കാൻ ചെയ്ത് വരെ നോക്കും. എന്നിട്ട് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഈ നായിക ഇവന്റെ വാണത്തരം എല്ലാം കണ്ടിട്ട് ഇംപ്രസ് ആവും. അങ്ങനെ അടുത്തതായി ഒരു റാപ്പ് ഇവന്റിലേക്കാണ് സിനിമ പോകുന്നത്. നമ്മുടെ നായകൻ സ്റ്റേജിലേക്ക് മാസായിട്ട് കയറുന്നത് കണ്ട് ഓഡിയൻസ് പുള്ളിയെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. റാപ്പ് ബാറ്റിനേക്കാൾ AJPയുടെ കമന്റ് ബോക്സ് തുറന്ന ഫീലായിരുന്നു എനിക്ക്. അപ്പോഴാണ് പുള്ളിയുടെ കണ്ണ് നമ്മുടെ നായികയെ പതിയുന്നത്. അപ്പോൾ തന്നെ നായകൻ ചാർജ് ആയിട്ടൊരു റാപ്പ് അങ്ങ് തുടങ്ങുന്നു. നായകയുടെ പേര് വരെ റാപ്പി കയറ്റിയിട്ട് അവളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. എന്തോന്ന് കഥയാടേ ബ്രോ, ഐ ഡോണ്ട് കെയർ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ നായിക ഇവൻ സെറ്റാക്കുന്ന വെറും 4 സ്റ്റെപ്പിലൂടെയാണ്. സ്റ്റെപ്പ് 1, റാപ്പ് ഷോയിൽ നായികയുടെ പേരെടുത്ത് പറയാ. സ്റ്റെപ്പ് 2, നടുറോഡിൽ നിന്നിട്ട് അവളുടെ പേര് നീ പാട്ടി കയറ്റിന്ന് പറയുക. സ്റ്റെപ്പ് 3, പാതിരാത്രിക്ക് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് നായികയുടെ കാർ ചേസ് ചെയ്യുക. സ്റ്റെപ്പ് 4, അവളോട് കൊളാബ് ചെയ്യാൻ ചോദിക്കുക. എന്തിനാ? നിനക്ക് റീച്ച് കിട്ടാൻ. എന്തോന്ന് തൊലിക്കെട്ടിയാടാവേ. അങ്ങനെ സ്റ്റെപ്പ് 5 അവന് പ്രഗ്നന്റ് ആയി ഗൈസ്. അതെ ഗൈസ്, ഒരു പാട്ട് കഴിഞ്ഞപ്പോഴത്തേന് നായിക പ്രഗ്നന്റ് ആയി. ഈ വിവരം നായികയുടെ വീട്ടിലറിഞ്ഞതും എനിക്ക് ഈ മൊണ്ണയാണ് കിട്ടിയതെന്ന് മാത്രമാണ് അവർ ചോദിച്ചത്. ഇത് കേട്ടത് നായിക കലിപ്പ് നേരെ നായകന്റെ കൂടെ നായകന്റെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോഴാണ് നായകൻ സ്വന്തമായിട്ടൊരു കൊച്ചിനെ നോക്കാൻ കഴിവില്ലെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ 2 പേര് ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം എടുക്കാൻ ഗോവയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്തോന്നാടെ ഇവർക്ക് വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ പോരെ, ഗോവയ്ക്ക് പോകണോ ഇതൊക്കെ സംസാരിക്കാൻ? അങ്ങനെ ഇവര് ഗോവയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടി പണിയാവുന്നത്. എന്നിട്ട് ഇവര് അടുത്തുള്ള ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുന്നു. അവിടെ കയറുന്നു. ഇവിടം തൊട്ടാണ് ശരിക്കുള്ള കളത്ത തുടങ്ങുന്നത്. റിസോർട്ടിൽ എത്തിയ പാട് നായകയാണെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിന് നടുക്ക് കയറി കിടക്കാൻ തുടങ്ങി. ഇത് കണ്ട നായകനാണെങ്കിൽ അവളുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ബൈക്ക് നന്നാക്കാൻ പോയി. റിസോർട്ടിലെ കെയർടേക്കറാണെങ്കിൽ അവിടുത്തെ വെള്ളം എന്തോ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഏതിൻ്റെയോ അടിയിലോട്ട് പോകും. അന്നേരമാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടറിന്റെ എൻട്രി. വേറെ ആരുമല്ല, നമ്മളെ ഫസ്റ്റ് സീനിൽ കണ്ട മുതലാ. കെയർടേക്കറിനെ തിന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അവനെയൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഡെലിവറി മാൻ വന്നപ്പോഴത്തേനും അവൾ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്നു. അവനത് വെച്ചിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കാട്ടിൽ നിന്നൊരു മുതല കയറി വന്നിട്ട് അവനെയും പ്ലക്കുന്നു. ഹൽക്കിനുണ്ടായ മുതലയാന്ന് തോന്നുന്നു. ആദ്യം ഇവന്റെ ബൈക്കൊക്കെ എടുത്ത് എറിയും, ഉരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇവന്റെ കാലേ കടിക്കും, എന്നിട്ട് ഇവന്റെ തല പറിച്ചെടുക്കും. കഴിഞ്ഞ് നമ്മുടെ നായിക ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല. അവളാകെ ഞെട്ടിപ്പോകുന്നു. അപ്പോഴാണ് നായകൻ തിരിച്ചെത്തുന്നത്. ഇവൻ നേരെ എന്നിട്ട് ആ സ്വിമ്മിംഗ് പൂളിലോട്ട് എടുത്ത് ചാടും അവളെ രക്ഷിക്കാൻ. ഇവനെന്നെ വയ്യേ, ഈ തലച്ചോറിന് വരും പൊത്തിച്ചോറുള്ളവൻ അവളെ രക്ഷിക്കാനുള്ളതിന് അതിൻ്റെ അത് പോയി ചാടുന്നു. അങ്ങനെ 2 പേരും പൂളിപ്പെട്ടു. ഹീറോ അപ്പോഴത്തേക്ക് ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു. പൂളിൽ വെള്ളം പുറത്തേക്ക് വരുന്ന ട്രെയിൻ തുറന്നിട്ട് അതിൽ കൂടെ പോയി രക്ഷപ്പെടാം. പക്ഷെ ഇവൻ നീന്തൽ അറിയത്തില്ല. അപ്പോഴാണ് മുതലയുടെ മാസ് എൻട്രി. ആ തുറന്നിട്ട ട്രെയിനിൽ കൂടെ ഒരു മുതല അങ്ങ് കയറി വരുന്നു. ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിന് വരെ അത് അവിടെ ചെന്നിട്ട് ചുമ്മാ കിടക്കും. എന്തോ ഇത്ര നേരം എല്ലാവരും ഓടിച്ചിട്ട് കടിച്ചോണ്ടിരുന്നത് മുതല ഇവന്മാരെ കണ്ടപ്പോഴത്തേനെന്തേ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഹീറോ വീണ്ടും ഒരു പ്ലാൻ ഉണ്ടാക്കി. ആദ്യം നായികയെ മുകളിലേക്ക് കയറ്റാൻ നോക്കുന്നു. അപ്പോഴത്തേക്ക് ഇത്ര നേരം വെക്കേഷൻ മോഡിൽ ഇരുന്ന മുതല പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഹീറോയുടെ നേരത്തെ ചാടി വരുന്നു. കുറച്ചു നേരം മുന്നേ നായകനും മുന്നിലുണ്ടായിരുന്നപ്പോൾ ഒന്ന് മുതലേക്ക് അടിക്കണം. അന്നേരം സ്റ്റാച്ചു വല്ല നിന്നാൽ മതി. അത് കഴിഞ്ഞപ്പോഴാണ് പ്രൊഡ്യൂസർ കടിക്കാൻ പറയണേ. അപ്പം നമ്മുടെ നായകനാണെങ്കിൽ വെറും 2 ചവിട്ടിലാണെങ്കിൽ മുതലിനെ ഡ്രെയിനേജിലേക്ക് താഴത്തോട്ടിടുന്നു. എന്തോന്നാടേ, ഒരു മുതല പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഡയറക്ടറിന്റെ അപരാധം. 2ാമത്തെ മുതലിനെ അവരെ ഇറക്കി വിടും. അതും സെയിം ആ പൂളിലോട്ട് എടുത്തിയാടും. മുതല നായകനെ മാത്രം ആക്രമിക്കത്തില്ല, ബാക്കി എല്ലാവരെയും ഓടിച്ചിട്ട് അടിക്കും. നമ്മുടെ നായികയാണ് ആ ഡ്രെയിനേജ് തുറന്ന് അതിൻ്റെ അകത്തൂടെ പോയി നമ്മുടെ ഫസ്റ്റ് ചത്തുപോയ കെയർടേക്കറിന്റെ ഫോൺ വെള്ളത്തിനടിയിൽ നിന്ന് എടുത്തിട്ട് പോലീസിനെ വിളിക്കും. ഇവിടെ തൊട്ട് ഡയറക്ടർ നമ്മുടെ ലോജിക്കിനെ പ്ലക്കും.
അടുത്തതായി നമ്മുടെ പോലീസുകാരനാണെങ്കിൽ ബൊലോറോയിലെത്തും. എന്നിട്ട് നായകനെ രക്ഷിക്കാൻ വേണ്ടി ബൊലോറോയിൽ ഒരു കയറ് കെട്ടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കും. അതും പോരാഞ്ഞിട്ട് ആവശ്യമില്ലാണ്ടാകും പൂളിലോട്ട് ഇറങ്ങും. അന്നത്തേക്ക് ആ മുതൽ വന്നിട്ട് ചാടി പിടിച്ച് പുള്ളിനെ വെള്ളത്തിലോട്ടിട്ട് കടിച്ച് പറിക്കും. ഇത്രയും നേരം ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നായകനെ ആക്രമിക്കാണ്ട് രക്ഷിക്കാൻ വന്ന പോലീസ് എന്തിനാണ് ആക്രമിക്കുന്നത്? ഇത്രയും അപരാധം പോരാഞ്ഞിട്ട് ആ മുതലേനെ കൊണ്ട് 2 കറക്കത്തിൽ ആ ബൊലേറോ തന്നെ വലിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഇടിപ്പിക്കും ഡയറക്ടർ. അത് ഈ ചില്ലെല്ലാം കാർത്തോണ്ട് എന്താടാ എഴുതി വെച്ചേക്കുന്നേ? ബൊലേറോ കണ്ടത് നായകനും കൂടെ അതിൻ്റെ അകത്തോട്ട് വലിഞ്ഞു കയറുന്നു. കുറച്ച് നേരത്തേക്ക് സേഫായിട്ട് അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നായക പുറകിലെ ഗ്ലാസ് പൊട്ടിച്ച് രക്ഷപ്പെടാലോ ഓർക്കുന്നത്. നമ്മൾ ഓർക്കും രക്ഷപ്പെടട്ടെ എന്ന്. അന്നേരമാണ് ഡയറക്ടറിന്റെ പിന്നീടുള്ള അപരാധങ്ങൾ. നായിക രക്ഷപ്പെട്ടില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് നായകനെ മുതല വന്ന് കടിക്കുന്നത്. എടാ ചുമ്മാ നിൽക്കുമ്പോൾ നീ മുതലേക്ക് കടിക്കണ്ടേ? അന്നേരം തന്നെ നായക ഒരു തോക്ക് എടുത്തിട്ട് 2 വെടിയൊന്നും കൊള്ളുന്നില്ല, പെട്രോൾ ടാങ്കിലാണ് കൊള്ളുന്നത്. അപ്പം തന്നെ വണ്ടി പൊട്ടിത്തെറിച്ച് 2 കൂടെ വെള്ളത്തിലോട്ട്. അപ്പം തന്നെ നായകനെ പൊക്കിയെടുത്തിട്ട് നീന്തലറിയാത്ത നായകനെ കൊണ്ട് ആ ഡ്രെയിനേജിൽ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നു. ജസ്റ്റ് മിസ്സിന് മുതലയുടെ കടി കിട്ടാണ്ട് അവർ രക്ഷപ്പെടുന്നു. ഡ്രെയിനേജിനുള്ളിലൂടെ നീന്തി ഇവർ നമ്മളെ ഫസ്റ്റ് ഷോട്ടിൽ കാണിച്ച് തടാകത്തിന്റെ സൈഡിലേക്ക് എത്തുന്നു. ഇതോടെ സിനിമ തീരുന്നു. अब अगर तुम लोग नए हो तो सब्सक्राइब करो, वो जो लाल वाला बटन है उसके साथ स्कैम करो या फिर महफिल जमाओ, मुझे नहीं पता, बस क्लिक हो जाना।